സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങി. ജാമ്യം നേടി പുറത്തിറങ്ങിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. ജാമ്യം ലഭിച്ചാലുടൻ പോറ്റിക്ക് സമൻസ് അയക്കും. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇ ഡി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങുന്നവർ ഇപ്പോൾ തന്നെ 3 പേർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവരിലേക്കൊക്കെ ഇ ഡിയുടെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം ലഭിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഉടൻ തന്നെ വരില്ലേ? മായ, ഗുഡ് മോർണിംഗ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് ഇ ഡി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്ക് അന്വേഷണം നീട്ടുന്നതിന്റെ ഭാഗമായി അവർക്കൊക്കെ തന്നെ ഇ ഡി സമൻസ് അയച്ചിരുന്നത്. അതിന്റെ ഭാഗമായാണ് മുരാരി ബാബുവിൽ നിന്ന് വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തേടുകയും ഒക്കെ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങൾ ഇപ്പോൾ ഇ ഡി ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങളുടെ ക്രോഡീകരണത്തിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി തന്നെ വലിയ സാമ്പത്തിക നേട്ടം ഈ ആരോപണ വിധേയരായ ആളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്, നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഈ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതുവരെ SIT ശേഖരിച്ച വിവരങ്ങളുണ്ട്. അതും മുരാരി ബാബുവിൽ നിന്ന് ഇ ഡി ശേഖരിച്ച വിവരങ്ങൾ. ഇത് രണ്ടും കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ അന്വേഷണത്തിലേക്ക്, കൂടുതൽ നീക്കങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഇ ഡി പ്രതീക്ഷിക്കുന്നത്. മുരാരി ബാബുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. കാരണം ഒരു തവണ മാത്രമാണ് വിവരശേഖരണം നടന്നിട്ടുള്ളത്. ആ ചോദ്യം ചെയ്യൽ കാര്യമായി വിവരങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രധാനമായും അതായത് സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മുരാരി ബാബു ആവർത്തിക്കുന്നത്. അതേസമയം തന്നെ ഈ ചെമ്പ് പാളികൾ, അതായത് സ്വർണം പൂശിയ പാളികൾ എങ്ങനെയാണ് ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്താൻ കഴിഞ്ഞത്, അതിന് പിന്നിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായും ചോദിച്ചറിയേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ SIT എടുത്തുള്ള നിലപാടുകൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഇ ഡിയും മുന്നോട്ട് വെക്കുക. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രധാനമായും മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട, സാമ്പത്തിക നേട്ടവുമായി ബന്ധപ്പെട്ട കുറെ കൂടി കടന്ന നീക്കമായിരിക്കും ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുക. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപക്ഷെ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങാനുള്ള സാധ്യത ഇ ഡി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സമൻസ് അയച്ചുകൊണ്ട് തുടർ നീക്കങ്ങളിലേക്ക് ഇ ഡി കടക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇ ഡി നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാൽ ഉടൻ സമൻസ് നൽകും. ആ സമൻസ് ലഭിച്ച വളരെ പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള നീക്കമായിരിക്കും ഇ ഡിയുടെ ഭാഗത്ത് ഉണ്ടാവുക. മറ്റ് നോട്ടീസ് നൽകിയവരെയും ഘട്ടം ഘട്ടമായി തന്നെ അന്വേഷണ ഏജൻസിക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കടുത്ത നീക്കങ്ങൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് വളരെ കൃത്യമാണ്. കാരണം ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയമാക്കി ഒക്കെയാണ്. സ്വാഭാവികമായും ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന നിർദ്ദേശം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കം തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇ ഡിയെ സംബന്ധിച്ച് കൂടുതൽ നടപടികളിലേക്ക് പോകുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിലവിൽ SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടി ഇ ഡിക്കുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും അന്വേഷണം ഇക്കാര്യത്തിൽ ഊർജിതമാക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് തന്നെ കൂടുതൽ അന്വേഷണം കൊണ്ടുപോകാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതുമായ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇ ഡി.